നമസ്കാരം. സുവാണിയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും വിവിധ വിഷയങ്ങളാണ് ഇതിനകത്ത് ചർച്ചയ്ക്ക് വെക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു സാധകൻ്റെ അന്വേഷണമാണ്. സ്വയം അന്വേഷിക്കുക, നമ്മൾ കൂട്ടായി അന്വേഷിക്കുക. ദൈവം ഉണ്ടോ? ഇന്നത്തെ ഒരു ചോദ്യമാണ്. ബുദ്ധനോട് ആയി ബന്ധപ്പെടുത്തിയൊരു കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരാൾ വന്ന് ബുദ്ധനോട് ചോദിച്ചു, അദ്ദേഹം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ ബുദ്ധനോട് ചെന്ന് ചോദിച്ചു, അല്ലയോ ഗുരു, ദൈവം ഉണ്ടല്ലേ? അപ്പോൾ പറഞ്ഞു, ഇല്ല. അദ്ദേഹത്തിന് കൺഫ്യൂഷനായി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ശരി, നിങ്ങൾ അന്വേഷിച്ചോളൂ എന്നുള്ള കാര്യം പറഞ്ഞു. വേറൊരാൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞൊരാൾ ഇതുപോലെ ബുദ്ധൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം ഉണ്ട്. അതും കൺഫ്യൂഷനായി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പോൾ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ആകെ കൺഫ്യൂഷനായി. എന്താണ് പറയുന്നത് ബുദ്ധൻ? അപ്പോൾ ബുദ്ധൻ രണ്ടുത്തരം പറയും. അപ്പോൾ പറയുന്ന ഒരു ഉത്തരം, എൻ്റെ അന്വേഷണ വിഷയമല്ല ഇപ്പോൾ ദൈവം. എൻ്റെ അന്വേഷണ വിഷയം അശരണരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, നിരാശ്രരായിട്ടുള്ള മാനവ ജനതയുടെ മോചനത്തിൻ്റെയും അവരുടെ പ്രശ്നങ്ങളുടെയും കാരണം എന്താണ്? അങ്ങനെയാണ് ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹമാണെന്നൊക്കെ കണ്ടെത്തി വരുന്നത്. പക്ഷേ രണ്ട് പേരോടും എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എൻ്റെ ജോലിയല്ല അവർക്ക് ദൈവത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു കൊടുക്കാൻ. അവർ പോയി അന്വേഷിക്കട്ടെ. ഞാനിത് പറയാൻ കാരണം, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. കണ്ണുകൊണ്ട് കാണുക വസ്തുക്കളെ, സംഗീതം പോലുള്ള കാര്യങ്ങളെ, പാട്ട് പോലുള്ള കാര്യങ്ങളെയൊക്കെ കാതുകൊണ്ട് കേൾക്കുക, ചെവികൾ കൊണ്ട് കേൾക്കുക, മൂക്ക് കൊണ്ട് നമ്മൾ സ്മെല്ല് ചെയ്യുക കാര്യങ്ങൾ. ചില കാര്യങ്ങൾ നമുക്ക് സ്മെല്ല് ചെയ്താലാണ് അറിയാൻ പറ്റുന്നത്, മണം കൊണ്ടാണ് നമുക്കറിയാൻ പറ്റുന്നത്. ചില കാര്യങ്ങൾ രുചിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുന്നത്, നാവ് കൊണ്ട് രുചിച്ച് നോക്കണം. ചിലത് സ്പർശനത്തിലൂടെയാണ് അറിയാൻ പറ്റുന്നത്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. ഇനി ഒരു ഘടകം കൂടിയുണ്ട്, അതാണ് അനുഭവതലം. അനുഭവത്തിലൂടെ നമുക്കറിയാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് അനുഭവതലത്തിലൂടെയാണ് അറിയുന്നത്. പഠനം തന്നെ 3 തരത്തിലാണുള്ളത്. ഔപചാരികമായി സ്കൂളിൽ പഠിക്കുന്ന പഠനം, ആനുഷംഗികമായിട്ടുള്ള പഠനം. ആനുഷംഗിക പഠനം, ഉദാഹരണം, നമ്മൾ ഒരു വയറിൽ കൊണ്ട് കൈവച്ചു, കറണ്ട് പാസ് ചെയ്ത് വന്ന് വയറിൽ കൈവച്ചപ്പോൾ അറിയാതെ, മനഃപൂർവ്വം കൊണ്ട് വെച്ചതല്ല, അറിയാതെ വെച്ചപ്പോഴും നമ്മൾ ഷോക്ക് അടിച്ചു, നമുക്കൊരു പാഠം കിട്ടി. നമ്മൾ വെള്ളത്തിലൂടെ നടന്നു പോയപ്പോൾ അറിയാതെ ഒന്ന് തെന്നി വീണു. അങ്ങനെ ആനുഷംഗികമായി നമുക്ക് കിട്ടുന്ന അറിവുകളുണ്ട്. പെട്ടെന്ന് കിട്ടുന്നതാണ്, അതാരും പഠിപ്പിച്ചിട്ട് കിട്ടുന്നതല്ല. അങ്ങനെ ആനുഷംഗികമായ അറിവുകളുണ്ട്, ഔപചാരികമായ അറിവുകളുണ്ട്, അനൗപചാരികമായിട്ടുള്ള അറിവുകളുണ്ട്. അനൗപചാരികം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പത്രം വായിച്ചും, പിന്നെ സ്കൂളിലും കോളേജിലും പഠിക്കാൻ പറ്റാതെ പോയി മറ്റ് കോഴ്സുകൾ, പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചും, അങ്ങനെ അനൗപചാരികമാണത്. ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ തുടങ്ങി, നഴ്സറിയിൽ തുടങ്ങി, കോളേജ് വരെ എത്തുന്ന, അല്ലെങ്കിൽ PhD വരെയൊക്കെ എത്തുന്ന, ഡോക്ടർ, എഞ്ചിനീയറൊക്കെ ആവുന്ന ഔപചാരികമായ വിദ്യാഭ്യാസമാണ്. ആ പ്രായത്തിൽ കിട്ടുന്നതാണ്. അനൗപചാരിക വിദ്യാഭ്യാസം ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റാതെ, വിദ്യാഭ്യാസത്തെ മുടങ്ങിയിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ പിന്നെ ചെയ്യുന്നത്. ആനുഷംഗികം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ആക്സിഡൻ്റൽ കൂടെയല്ല, ആക്സിഡൻ്റലി, അവിചാരിതമായി പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. ഈ അറിവ് കിട്ടലിന് നിന്നും നമുക്കൊരുപാട് തിരിച്ചറിവുണ്ടാകും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവ തലമാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ത്യൻ ദർശനം പറയുന്നത്. എന്നോട് ചോദിച്ചാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ തെറ്റാണ്. ചില ചോദ്യങ്ങൾ തെറ്റാണ്. കാരണം ചോദ്യം തെറ്റാവുമ്പോൾ ഉത്തരവും തെറ്റായ ഉത്തരമേ പറയാൻ പറ്റും. ദൈവം ഉണ്ടോ? അപ്പോൾ ഒരാൾ പറയണം ഉണ്ട്. അപ്പോൾ ഉടനെ അടുത്ത ആൾ ചോദിക്കും, എവിടെ? കാണട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ കാണണം അയാൾക്ക്. അപ്പോൾ അയാൾക്ക് കേട്ടാൽ പോരാ, സ്പർശിച്ചാൽ പോരാ, രുചിച്ചാൽ പോരാ, മണത്താൽ പോരാ, കാണുക തന്നെ വേണം. കാണിച്ചതാ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ചിലത് അനുഭവിച്ചാണ് അറിയുന്നത്, ചിലത് കണ്ടാണ് അറിയുന്നത്, ചിലത് കേട്ടാണ് മനസ്സിലാക്കുന്നത്, ചിലത് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. കമ്പിയിലൂടെ കറണ്ട് പോകുന്നു, കണ്ടാൽ അറിയാൻ പറ്റില്ല. ആ കറണ്ടിൽ നിന്ന് വയർ കണക്ട് ചെയ്ത് ഒരു ഫാനോ ഫ്രിഡ്ജോ TVയോ വർക്ക് ചെയ്യുമ്പോൾ ആ കറണ്ടിൻ്റെ സഹായത്തിൽ വർക്ക് ചെയ്ത് നമുക്കറിയാൻ പറ്റും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ദൈവം ഉണ്ടോ എന്നൊരു ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.
ഇനി അതിലേക്ക് വരാം. അതിനു മുമ്പ് ദൈവം വേണോ വേണ്ടേ എന്നൊരു അഭിപ്രായമാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. എനിക്ക് ദൈവം വേണോ, ഞാൻ എന്നുള്ളത് ആപേക്ഷികമാണ്, ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ടാൽ മതി അവരവരുടെ കണക്കിൽ. ദൈവം ആവശ്യമുണ്ടോ? മാനവരാശി നിലനിൽക്കുന്നതും വളർന്നതും ഉണ്ടായതും വളരുന്നതുമെല്ലാം കാമ, ക്രോധ, ലോഭ, മോഹ കാര്യങ്ങളുമായി ബന്ധപ്പിച്ചിട്ടാണ്. എത്ര കിട്ടിയാലും പോരാത്ത ആർത്തിയുണ്ട്, ആഗ്രഹമുണ്ട്, അത്യാഗ്രഹമുണ്ട്, ആഡംബരമുണ്ട്, അനാഡംബരമുണ്ട്, ആവശ്യമുണ്ട്, അനാവശ്യമുണ്ട്, ആർത്തിയുണ്ട്, അത്യാർത്തിയുണ്ട്. ഇതെല്ലാം കൂടി കെട്ടുപണഞ്ഞ് കിടക്കുന്ന സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഇങ്ങനെ കിടക്കുന്ന ഒരു മാനവരാശിക്ക് ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ തൻ്റെ ആപത്ത് കാലത്ത് തനിക്കൊന്ന് പിടിക്കാൻ, അല്ലെങ്കിൽ തനിക്കൊരു ദുഃഖം വരുമ്പോൾ തനിക്ക് പിടിക്കാൻ ഒരു വടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാനൊരു സാങ്കല്പിക വടിയിലാണെങ്കിൽ പോലും പിടിച്ചിരിക്കുന്നു, എനിക്കിപ്പോൾ ഒന്ന് ദേഹം കൈ തളരുന്നു, എനിക്ക് പിടിക്കാൻ ഒരിടം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ മൊബൈലിൽ പിടിക്കുന്നു, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല ഞാനൊന്ന് സ്വയം കൈ മുറുകെ പിടിക്കുന്നു, എൻ്റെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വടിയിൽ ഞാനിതാ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ എനിക്കൊരു ആത്മബലം കിട്ടുമെങ്കിൽ, ഇല്ലാത്ത വടിയാണെങ്കിലും അത് പിടിച്ചോട്ടെ. എന്തിനാണ് നമ്മൾ അങ്ങനെ ആർക്കെങ്കിലും ആത്മബലം കിട്ടാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ദുഃഖിതരെ സംബന്ധിച്ചിടത്തോളം, ദുഃഖങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആത്മബലം കിട്ടാൻ, അവർക്കൊരു ശുഭാപ്തി വിശ്വാസം കിട്ടാൻ, നാളെക്കുറിച്ചൊരു പ്രതീക്ഷ കിട്ടാൻ, തൻ്റെ അച്ഛൻ അമ്മ എല്ലാവരോടും സംസാരിച്ചിട്ടും അവർക്കൊന്നും സമയമില്ലാത്ത ഈ ലോകത്ത്, എല്ലാവരും തിരക്ക് പിടിച്ച് നടക്കുന്ന ലോകത്ത്, അമ്മയോട് കുഞ്ഞു മകൻ ചെന്ന് പരാതി പറയുമ്പോൾ അമ്മ അതിനേക്കാൾ പരാതി പറയുകയും, അമ്മ അമ്മൂമ്മയോട് എന്ന് പരാതി പറയുമ്പോൾ അമ്മൂമ്മ അതിനേക്കാൾ പരാതി പറയുകയും, അവർ അപ്പുറത്തെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എല്ലാവരും പരാതികളും ദുഃഖങ്ങളും പരിഭവങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും, എത്ര കിട്ടിയാലും പോരാ എന്ന് പറയുന്ന, സമ്പത്തായാലും അധികാരമായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും എന്തായാലും എത്ര കിട്ടിയാലും പോരാ എന്ന് പറയുന്ന, ഇനിയും വേണം ഇനിയും വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ലോകത്ത് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് പിടിക്കാൻ ഒരു വടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അതുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, സന്തോഷം വരുമ്പോൾ ആ സന്തോഷം നമുക്ക് പങ്കുവെക്കാൻ, ആ സന്തോഷം നമുക്ക് ഷെയർ ചെയ്യാൻ, ഒരു അൺകണ്ടീഷണലായി യാതൊരു കണ്ടീഷനും വയ്ക്കാതെ, യാതൊരു വ്യവസ്ഥകളുമില്ലാതെ നമുക്കൊരാളുമായി സംവേദിക്കാൻ ഒരാളെ എനിക്ക് കിട്ടിയാൽ, എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ, മകനും മകളുമായി സംസാരിക്കുമ്പോൾ, ബന്ധങ്ങളിലുള്ളവരുമായി സംസാരിക്കുമ്പോൾ, സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ, എല്ലാം ഒരു സമയം കഴിയുമ്പോൾ കണ്ടീഷണലാകും. എല്ലാം ബോറടിക്കും. ഒന്നുകിൽ ബോറടിക്കും, അല്ലെങ്കിൽ കണ്ടീഷനിലാവും, അല്ലെങ്കിൽ എനിക്കെന്ത് കിട്ടും, ഇവനോട് എവളോട് സംസാരിച്ചിട്ടെന്ന് പറഞ്ഞ് നമ്മൾ മതിയാക്കും. അതിനപ്പുറം അൺകണ്ടീഷണലായി ഒരു സാർവലൗകികമായ, ഒരു പ്രാപഞ്ചികമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്നാഗ്രഹിക്കുന്ന തെറ്റാണോ? അങ്ങനെ ഒരാളുണ്ട് എന്ന് വിശ്വസിച്ച് അങ്ങനെ എൻ്റെ ജീവിതത്തെ, എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രസക്തി വരുന്നത്. മനസ്സിലാക്കലാണിത്. ദൈവം എന്ന് പറയുന്നത് വൺ ടു വൺ കമ്മ്യൂണിക്കേഷനാണ്. ഒരാളിനും ദൈവം ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഭൗതികമായി ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് സർവ്വവ്യാപിയായി ഉണ്ടെന്നും, ഊർജത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സ്പേസിൻ്റെയും മാറ്ററിൻ്റെയും കളികളാണിത് മുഴുവനെന്ന് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഊർജത്തിനകത്തിരിക്കുന്ന ഊർജം കൊണ്ടുവന്നത് ആര്? ഊർജത്തിനകത്ത് എങ്ങനെ ഊർജം ഇരിക്കുന്നു? ഊർജത്തിനകത്തുള്ള ഊർജം ഏതാണ്? അങ്ങനെ ഒരു ഊർജമുണ്ടെങ്കിൽ അതിനകത്തുള്ള ഊർജം ഏതാണ്? സ്പേസിനകത്തുള്ള സ്പേസ് ഏതാണ്? മാറ്ററിനകത്തുള്ള മാറ്റർ ഏതാണ്? ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്തുള്ള മാറ്റർ ഏതാണ്? ആ മാറ്റർ എങ്ങനെ വന്നു? ആ മാറ്ററിൻ്റെ ഗുണഗണങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിക്കൽ കൂടിയാണ് നമ്മെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മനസ്സെന്ന ചിന്തയെ നമ്മൾക്ക് എടുക്കുമ്പോൾ, നാം ഒരു പാട്ട് കേൾക്കുന്നു, ഒരു പാട്ട് വച്ചിരിക്കുന്നു, ആ പാട്ടിനെ സംഗീതമാക്കി എനിക്ക് മാറ്റി തന്നുകൊണ്ട് എൻ്റെ കേവല മനസ്സും കേവല മസ്തിഷ്കവും അല്ല അതിനെ എനിക്ക് എന്താക്കി തരുന്നത്, അതിനെ എനിക്ക് സംഗീതാത്മകമായ ഒരു സംഗീതമാക്കി. അപ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല അടുത്ത ആളിന്. എനിക്ക് നല്ല പാട്ടായിരിക്കും, മറ്റൊരാളിന് അടുത്ത അത്ര നല്ല പാട്ടായിരിക്കണമെന്നില്ല. എനിക്ക് നല്ല സംഗീതമാണ്, ശുദ്ധ സംഗീതം പോലെ തോന്നി, മറ്റൊരാൾ ഇത് അത്ര നല്ലതൊന്നുമല്ല. ഇങ്ങനെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയും വ്യത്യസ്തമായിരിക്കുമ്പോൾ, ഓരോരുത്തരുടെ ചിന്താശക്തിയും വ്യത്യസ്തമായിരിക്കുമ്പോൾ, ഓരോരുത്തരുടെ മസ്തിഷ്കത്തിൻ്റെ ലെവലും വ്യത്യസ്തമായിരിക്കുമ്പോൾ, ഓരോരുത്തരുടെ തലച്ചോറിലെയും മനസ്സിൻ്റെയും രാസ ഭൗതിക ജൈവ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കുമ്പോൾ
എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ദൈവത്തെ കാണണം, ഞാൻ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോഴും പറയുന്നത് ഞാൻ കണ്ടാൽ വിശ്വസിക്കാമെന്നാണ്. കണ്ടാൽ വിശ്വസിക്കലല്ലോ, കണ്ടാൽ പിന്നെ ഉണ്ട് എന്ന് പറയണ്ടേ. ആ ഒരു ചർച്ച നമ്മൾ ഭാരതത്തിൽ ഉയർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഒരു ഊർജമാണ് ദൈവം എന്നൊക്കെ പറയുന്ന ഒരു കഥ നമ്മൾ വളരെ കൃത്യമായി ഉയർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഭൗതിക ശാസ്ത്രം അനുസരിച്ച് നമ്മൾ വളരെ കൃത്യമായി ഭൗതികമായി നമുക്ക് കാണണം കാര്യങ്ങളെ. ഭൗതികമായി കണ്ടാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വിശ്വസിക്കുകയുള്ളൂ. അതേസമയം ദൈവത്തിൻ്റെ ചിന്തകൾ പറയുന്നത് പലപ്പോഴും ഭൗതികമായിട്ടുള്ള ചിന്തകളല്ല, മറിച്ച് അതൊരു ആത്മീയ, അതായത് മനസ്സിൻ്റെ വേറൊരു തലത്തിലുള്ള ചിന്താപദ്ധതിയുടെ തുകയാണ് ദൈവം എന്ന് പറയുന്നിടത്ത് വരുന്നത്. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് വലിയ വിഷയമില്ല. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, വിശ്വാസപരമായിട്ടും ചിന്താപരമായിട്ടും ശാസ്ത്രീയമായും വ്യക്തിപരമായും പലതരത്തിലുള്ള ഒരു ചിന്താമണ്ഡലമാണ് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇത് പലപ്പോഴും സാമൂഹ്യപരമല്ല, വ്യക്തിനിഷ്ഠമാണ്, വ്യക്തിപരമാണ്, പ്രശ്നാധിഷ്ഠിതവുമാണ്. വ്യക്തിനിഷ്ഠമായിട്ടുള്ള വ്യക്തിപരമായ ഒരു വിഷയത്തെ അന്വേഷിക്കുമ്പോൾ അതിലൊരു കൂട്ടായ അന്വേഷണമില്ല. അതുകൊണ്ടാണല്ലോ ദൈവത്തെ അന്വേഷിച്ചു പോയവർ, അത് സ്വാമിമാരാകട്ടെ, ഋഷിമാരാകട്ടെ, ആചാര്യന്മാരാകട്ടെ, ആരായാലും ഗുരുക്കന്മാരാകട്ടെ, ദൈവത്തെ അന്വേഷിച്ചു പോയവരിൽ മഹാഭൂരിപക്ഷവും അങ്ങോട്ട് വീണ്ടും വീണ്ടും അന്വേഷണം പൂർത്തിയാകാതെ തന്നെ പോവുകയും, ചിലരന്വേഷണം പൂർത്തിയായി സാൽവേഷൻ കിട്ടിയ മോക്ഷമായി എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ എന്നാലും മഹാഭൂരിപക്ഷവും അന്വേഷണത്തിൽ തന്നെയാണ് അവരുടെ ജീവിതം അവസാനിക്കുന്നത്. വളരെ അപൂർവം ആളുകൾ ഇതിനേക്കാൾ നല്ലത് ഭൗതിക ജീവിതമാണ്, ഭൗതിക ജീവിതം തരുന്ന സുഖസൗകര്യങ്ങൾ കളഞ്ഞിട്ട് ഞാൻ എന്തിന് കാമവും മോഹവും പണവും അധികാരവും സമ്പത്തും നല്ല ഭക്ഷണവും കഴിക്കാനുള്ള സമയം കളഞ്ഞിട്ട് ഞാൻ എന്തിന് ഇതിൻ്റെ പിറകെ പോകുന്നു എന്ന് ചോദിച്ച് തിരിച്ചു വന്ന വളരെ കുറച്ച് പേരുണ്ട്. എൻ്റെ അറിവിൽ നോക്കുമ്പോൾ വളരെ കുറച്ച് പേരുണ്ട്, കൂടുതൽ കാണുമായിരിക്കും, പക്ഷേ എൻ്റെ അറിവിൽ വളരെ കുറച്ച് പേരേയുള്ളൂ. അതേപോലെ അടിസ്ഥാന ആവശ്യങ്ങൾ കിട്ടിയാൽ, ആഹാരം, ഭക്ഷണം, പാർപ്പിടം, മറ്റ് സൗകര്യങ്ങളൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ കിട്ടിയാൽ അതിൽ ഹാപ്പിയാണ്, അങ്ങോട്ട് പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന, ബാക്കിയൊന്നിനെക്കുറിച്ചും ചിന്തിച്ച് സമയം കളയുന്നില്ല എന്ന് പറയുന്ന ഫിൻലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലെ കുറച്ച് ആളുകളും ഈ ലോകത്തുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ചോദ്യം. അല്ല ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഈ സംഘർഷഭരിതമായ ഭൂമിയിൽ, ഈ മാനസികമായ സംഘർഷങ്ങളുള്ള ഭൂമിയിൽ, ഒരുപാട് ബന്ധങ്ങൾക്ക് പ്രശ്നമുള്ള ഈ ഭൂമിയിൽ ഇത് വേണോ വേണ്ടേ, അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാളും ഇങ്ങനൊരു സങ്കല്പം, അല്ലെങ്കിൽ ഇങ്ങനൊരു യാഥാർത്ഥ്യം, ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വേണോ വേണ്ടേ എന്നുള്ളതിൻ്റെ ചർച്ച മനോഹരമായി കൊണ്ടുപോകാം. വിശ്വാസികളുടെ വാദങ്ങൾ ഒന്നാണ്, ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നോട് ചോദിച്ചാൽ ഞാൻ അന്വേഷണമാണെങ്കിൽ കാണാൻ പറ്റും എന്നാണ് അന്വേഷിച്ചവർ പറയുന്നത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ അനുഭവ തലമാണ് അവർ പറയുന്നത്. മനസ്സിൻ്റെ ഒരു അനുഭവ തലത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസികൾ സംസാരിക്കുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പ്രശ്നമുണ്ട്. ഇത് അന്വേഷിക്കുന്നതിനും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കല്ല് ചൂടാക്കി ഇട്ടതിന് ശേഷം മുട്ട ഓംലെറ്റ് അടിച്ചാൽ മാത്രമേ, ബുൾസെ അടിച്ചാൽ മാത്രമേ കൃത്യമായ ഓംലെറ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ബുൾസെ കിട്ടുകയുള്ളൂ. കല്ലെടുത്ത് വയ്ക്കുന്നു, അതിനകത്ത് എണ്ണ തേക്കുന്നു, തീ ഇടുന്നു, നമ്മൾ തീ ജസ്റ്റ് കത്തിച്ചിട്ട് നമ്മൾ ഇടുന്നു, മുട്ടയാവില്ല. കൃത്യമായ ചൂടിൽ മാത്രമേ ഓംലെറ്റ് നന്നായിരിക്കുകയുള്ളൂ. ചൂട് കൂടിപ്പോയാലും ഓംലെറ്റ് കരിയും, ചൂടൊട്ടുമില്ലെങ്കിൽ ഓംലെറ്റ് ആക്കി എടുക്കാൻ കഴിയില്ല. എല്ലാ കാര്യവും അങ്ങനെയാണ്, കറിയും എല്ലാം അങ്ങനെയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏത് ക്യാൻവാസിലാണ്, ഏത് പ്ലേറ്റിലാണ്, ഏത് മീഡിയത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ, ആത്മാന്വേഷണം നടത്തണമെങ്കിൽ കല്ല് ചൂടാക്കിയാലേ മുട്ടയടിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ മാത്രമേ ഇത് കഴിയൂ എന്നാണ് പറയുന്നത്. ഞാൻ ഇല്ല എന്ന് പറയുന്ന തലത്തിൽ നിന്നാണ് എൻ്റെ ചിന്ത കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 21 ദിവസം തുടർച്ചയായി ഞാൻ ഒരു കാര്യം ഉണ്ട് എന്ന് വിശ്വസിച്ച് പോയാൽ ഉണ്ട് എന്നുള്ള ചിന്തയായിരിക്കും പിന്നെ എപ്പോഴും ഏത് കണ്ടാലും ആ ചിന്തയായിരിക്കും എനിക്ക് തരുന്നത്. 21 ദിവസം തുടർച്ചയായി ഞാൻ ഇല്ല എന്നുള്ള ചിന്തയിൽ ഏത് കാര്യമായാലും, ഇത് എന്തോ ആയിക്കോട്ടെ, ഇല്ല എന്ന് ചിന്തി, ഇപ്പം ഞാൻ രാത്രിയാണെന്ന് എൻ്റെ മനസ്സിനെ 10-21 ദിവസം പറഞ്ഞു പഠിപ്പിച്ചാൽ പിന്നെ പകലാണെങ്കിൽ എനിക്ക് രാത്രിയാണെന്ന് തോന്നും. ഞാൻ പറയൂ ഇത് പകലോ, ആര് പറഞ്ഞു പകൽ, ഇപ്പം രാത്രിയാണെന്ന് തോന്നും. അപ്പോൾ മാനസികമായ ഒരു തലം കൂടി ഇതിനകത്തുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലം ചിന്തിക്കുമ്പോൾ ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യം. ഈ സൃഷ്ടിയുടെ വാദമുണ്ട്, നമുക്ക് അനുഭവ തലങ്ങളുണ്ട്, പലർക്കും അനുഭവ തലങ്ങളുണ്ട്. പ്രാർത്ഥനാ രൂപത്തിൽ പലരും ഇത് പറയുന്നുണ്ട്, അനുഭവങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് പറയുന്നുണ്ട്.
ക്രമവും നിയതവുമായ ഈ ലോകം എങ്ങനെയാണ് ഉണ്ടത്? അത് സ്വയം ഉണ്ടായതാണോ, ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ അതിനെ ഉണ്ടാക്കിയതാര്? നല്ല രസകരമായ ചോദ്യമാണ്. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതെങ്കിൽ ദൈവത്തെ ഉണ്ടാക്കിയതാര്? അങ്ങനെ ഉണ്ടാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉണ്ടാക്കിയതാര്? അല്ല, ശൂന്യതയിൽ നിന്നാണ് ഇത് ഉണ്ടായതെങ്കിൽ ശൂന്യതയ്ക്ക് മുമ്പുണ്ടായിരുന്ന രൂപം എന്താണ്? അതെവിടെ നിന്നുണ്ടായി? ഇങ്ങനെയുള്ള വളരെ കൃത്യമായി നമുക്ക് അന്വേഷിച്ചു പോകേണ്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഉണ്ട്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു പോകുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ പരമാണു സിദ്ധാന്തത്തിലേക്ക് വരുന്നത്. പരമാണു എന്ന് പറയുന്നതാണ് അവസാനം എന്ന് പറഞ്ഞു. എന്നാൽ പരമാണുവല്ല അവസാനം എന്നുള്ള ചിന്തയിലേക്ക് മനുഷ്യൻ വരുന്നു. അങ്ങനെ മനുഷ്യൻ ചിന്താമണ്ഡലത്തിലേക്ക് ആധുനിക ശാസ്ത്രത്തിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. വാസനകളെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരുപാട് പഠനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. വാസനകളുണ്ട്, മുൻജന്മം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ട് എന്നാണ് അതിനുവേണ്ടി പുസ്തകങ്ങൾ വന്നിരിക്കുന്നു. മെനി ലീവ്സ് മെനി ഗുരുസ് എന്നൊക്കെ പറയുന്ന അനേകം ജീവിതങ്ങൾ, അനേകം ഗുരുക്കന്മാരെന്നൊക്കെ പറയുന്ന ഒരു പുസ്തകം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായി പഴയ പുനർജന്മ സിദ്ധാന്തത്തെയും പഴയകാല സിദ്ധാന്തത്തെയൊക്കെ വിശദീകരിക്കുന്ന ഒരു കാലം കൂടി വന്നിട്ടുണ്ട്. ശരിയോ തെറ്റോ സമൂഹം ചർച്ച ചെയ്യണം. കാരണം ഇതൊരു അന്വേഷണ വിഷയമാണ്. ഇതൊരിക്കലും ഒരു ലാസ്റ്റ് ഡെസ്റ്റിനി അല്ല. ഞാൻ പറഞ്ഞു 1 to 1 ആണ്. ഓരോരുത്തരും ഈ പ്രപഞ്ചവുമായും പ്രപഞ്ചത്തിൻ്റെ ശക്തികളുമായും അവരവരുടെ മനസ്സ് സംവേദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദ അനുഭൂതി എന്നോ ഒരു ആത്മാനുഭൂതിയിൽ നിന്നോ ഒരു എന്താ പറയുക, ഒരു സന്തോഷമെന്നോ എന്നൊക്കെ പറയുന്ന ഒരു തലമുണ്ട്. അത് ഓരോരുത്തരും നേടിയും തേടിയും കണ്ടെത്തേണ്ടതാണ്. ഒരിക്കലും അതൊരു ആപേക്ഷികമായി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായി നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ ദൈവമുണ്ടോ? അമ്പലത്തിലുള്ളത് തീർച്ചയായിട്ടും വിഗ്രഹമാണ്. വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ്. അവിടെ ചെന്നാൽ നമുക്ക് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഒരു കുറച്ചുകൂടി ഭൗതികമായ തീറ്റ ചാപ്പാട് പരിപാടികൾ, കുശുമ്പ് കുന്നായ്മ ഉള്ള വർത്തമാനം, അങ്ങനെയുള്ള ഭൗതിക രസങ്ങളെല്ലാം ഒഴിച്ചിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും പറയുന്നതിനും മനസ്സിനെ പരുവപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള കൃത്യമായ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തികളുണ്ടെങ്കിൽ ആ ശക്തികളുമായിട്ടൊക്കെ സംവേദിക്കാൻ കഴിയുന്ന, ഇപ്പം ദൈവമെന്നാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതെങ്കിൽ ദൈവമായിട്ട് തന്നെ സംവേദിക്കാൻ കഴിയുന്ന ഒരു സംവേദന ഇടമായി വിശേഷാൽ ഗ്രഹിക്കേണ്ട ഒരു സ്ഥലമായി വിഗ്രഹത്തെ കാണാനും പിന്നെ അവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ അതുമായി അനുബന്ധമായി വരുന്നതാണ്. അത് ഓക്കെ. പക്ഷേ ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊരു സങ്കല്പത്തിലുള്ളതാണ്. വേറൊരു കാഴ്ചപ്പാടിലാണ് ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ചിലർ പറയുന്നു ദൈവമുണ്ട്, ചിലർ പറയുന്നു ദൈവമില്ല, ചിലർ പറയുന്നു ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അനുഭവ തലമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്. എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ സകലതും സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത് ഒരു ഉണ്മയിൽ നിന്നാണ്. ഒരു ഊർജം എന്ന് പറയുമ്പോൾ ഊർജത്തിൻ്റെ, ഞാൻ പറഞ്ഞു ഊർജത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഊർജത്തിൻ്റെ അപ്പുറമുള്ളൊരു ബോധമണ്ഡലം ഉണ്ടല്ലോ. ആ ബോധമണ്ഡലമാണ് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. ആ ബോധമണ്ഡലത്തെ അല്ലെങ്കിൽ ആ ബോധത്തെ അല്ലെങ്കിൽ ആ ഉന്മയെ അല്ലെങ്കിൽ ആ സ്വത്വത്തെ, ആ സത്യത്തെ ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നു. അതാണ് പരമമായ ചിന്ത, അതാണ് പരമമായ ആത്മാവ്. അതിൽ നിന്നാണ് ജീവൻ്റെ ഘടകങ്ങൾ വരുന്നത്. ആ ജീവൻ്റെ ഘടകങ്ങൾ വരുന്നത് കൊണ്ട് ജീവൻ്റെ ആത്മാവ് എന്നുള്ള സത്വത്തിൻ്റെയും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ വളരെ രസകരമായി പഠിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു വസ്തുവാണ്. കാരണം ഇതിൻ്റെ ദർശനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രകൃതിയിലെ നിയമങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇനിയും പഠിച്ചെടുക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ഊർജത്തിൻ്റെ പിന്നിലുള്ള ഊർജം ഏതാണ്, അല്ലെങ്കിൽ ഊർജത്തിനകത്തുള്ള ഊർജം ഏതാണ് എന്ന് നമ്മൾ, എന്താണ് ഇതിൻ്റെ ശക്തി എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ ചിന്തയിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ലളിതമായി പറഞ്ഞാൽ ദൈവം എന്നത് മനുഷ്യ ജീവിതത്തിനും ലോകത്തിനും അർത്ഥം തേടിക്കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആശയങ്ങളിലൊന്നാണ്. അപ്പോൾ ഇത് ആശയമാണ്. ആശയം യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം. അപ്പോൾ നമ്മൾ ആശയതലത്തിൽ നിന്ന് യാഥാർത്ഥ്യ തലത്തിലേക്കുള്ള ഒരു അന്വേഷണം നടത്തുന്നു മാനവരാശി. എന്തന്വേഷണമാണ് നടത്തിയത്? ഞാൻ ആരാണ്? എൻ്റെ സത്വം എന്താണ്? സ്വത്ത് എന്താണ്? പിന്നെ എൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്? ഞാൻ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ഞാൻ മനുഷ്യരൂപമാണോ ശരീരമാണോ അതിനപ്പുറമുണ്ടോ? എൻ്റെ ചിന്ത എന്താണ്? എൻ്റെ മാനസിക തലം എന്താണ്? എൻ്റെ തലച്ചോറും മനസ്സിനെയും ഉത്തേജിപ്പിക്കുന്ന മറ്റെന്താണ് ഘടകമുള്ളത്? അങ്ങനെയും ഉണ്ടല്ലോ. അത് നേരത്തെ പറഞ്ഞ രാസഭൗതിക ജൈവ ഘടകങ്ങൾ മാത്രമാണോ, അതോ അതിനപ്പുറമുള്ള ഘടകങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ഘടകമാണ്? അത് ഉണ്മയെന്ന് പറയാൻ കഴിയുമോ? അതിനെയാണോ ബ്രഹ്മം എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും അർത്ഥം ഈ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ
ആ അർത്ഥമുണ്ടാക്കി തന്നത് ഞാനും നിങ്ങളുമല്ല, അതിനേക്കാൾ ഉയർന്നിട്ടുള്ള സൂപ്പർലേറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൂപ്പർലേറ്റീവായ ഘടകത്തിനെ, അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ഒരു അദ്വിതീയമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഘടകത്തിന് നമുക്കൊരു പേരിടണം. അങ്ങനെ ഇട്ട പേരാണോ ഇനി ദൈവം? അങ്ങനെ ഒരു പേരിടുമ്പോൾ അത് എനിക്ക് മനസ്സിലാകാൻ, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഈ പറഞ്ഞ ആ വഴിയിൽ അന്വേഷിച്ചാൽ മാത്രമല്ലേ കിട്ടുകയുള്ളൂ എന്നൊരു ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ഇട്ടാലേ ഫാൻ കറങ്ങുകയുള്ളൂ. ഫാനുണ്ട്, കറണ്ടുണ്ട്, എല്ലാം ഉണ്ട്. സ്വിച്ച് ഇട്ടാലേ ഫാൻ കറങ്ങുകയുള്ളൂ. മുട്ട ഓംലെറ്റ് അടിക്കുന്നതിന് നിശ്ചിതമായ, അല്ലെ മത്സ്യം പൊരിച്ചെടുക്കുന്നതിന്, അല്ലെ കറി വെച്ചെടുക്കുന്ന നിശ്ചിതമായ ചൂടിൽ, നിശ്ചിതമായ അളവിൽ, നിശ്ചിതമായ പാത്രത്തിൽ, നിശ്ചിതമായ തോതിൽ എല്ലാ ചേരുവകളും ചേർന്നാൽ മാത്രമേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. എന്ന് പറയുന്ന പോലെ ഒരുപാട് ചേരുവകൾ ചേർത്ത്, ഒരുപാട് ചിന്താമണ്ഡലത്തിലൂടെ, ഒരുപാട് അന്വേഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവ തലമാണ് ദൈവം എന്നാണ് പല ആചാര്യന്മാരും പലരും പറയും. അപ്പോൾ അത് എങ്ങനെ കിട്ടും? അപ്പോൾ ദൈവം അന്വേഷണം ഉണ്ടോ? ഇതാ കാണിച്ചതാ, ഒരു ഇങ്ങനെ ഇതാണ് ദൈവം എന്ന് കാണിച്ചതാ എന്ന് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അങ്ങനെ ചോദിക്കുന്നതേ തെറ്റാണ്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അതേസമയം തിരിച്ച് ചിന്തിക്കുന്നതാണ് പ്രസക്തി. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പറയുന്ന സൂപ്പർലേറ്റീവായിട്ടുള്ള ശക്തി ഉണ്ടെങ്കിൽ അതെന്താണ്? അതിനെന്ത് പേരാണ് ഇട്ടിരിക്കുന്നത്? അതിൻ്റെ ഘടകം എന്താണ്? അത് കേവലം പറഞ്ഞ പോലെ സ്പേസിൻ്റെയും അതുപോലെ തന്നെ മാറ്ററിൻ്റെയും അതുപോലെ തന്നെ എനർജിയുടെയും ഭാഗം മാത്രമാണോ? എങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആന്തരികമായ അതിൻ്റെ ആത്മാവ് എന്താണ്? അതിൻ്റെ സോൾ ഏതാണ്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ രസകരമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. വിഗ്രഹത്തിലാണോ ദൈവം ഇരിക്കുന്നത് ചോദിച്ചാൽ വിഗ്രഹത്തിലല്ല ദൈവം ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് വിഗ്രഹത്തിലൂടെ നമ്മുടെ മനസ്സിനെ കൂടുതൽ ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ, നമ്മുടെ കൂടുതൽ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ, അവിടെ ഇരിക്കുന്ന ഭാവങ്ങളെ, അവിടെ ഇരിക്കുന്ന രൂപങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ നമുക്കൊരു കണക്ഷൻ കിട്ടാൻ, നമുക്കൊരു ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് സ്വിച്ച് കിട്ടാൻ കൃത്യമായും അത് സഹായിക്കും. അങ്ങനെ തന്നെയാണ് ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മൾ സരസ്വതി ദേവിയെ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ സരസ്വതി ദേവിയെ കാണാൻ പോകുമ്പോൾ വിദ്യയാണ് വിദ്യ എന്ന് പറയുന്ന സങ്കല്പമാണ് നമ്മൾക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മിയെ പൂജിക്കുന്നവർ, ലക്ഷ്മിയെ ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ധനവുമായി ബന്ധപ്പെട്ട്, സമ്പത്തുമായി ബന്ധപ്പെട്ട് വിഘ്നേശ്വരനെ, തടസ്സങ്ങൾ മാറ്റിത്തരുന്ന, വിഘ്നങ്ങൾ മാറ്റിത്തരുന്ന ആളെ, അങ്ങനെ ഓരോന്നിനെയും ഓരോ ഭാവങ്ങളും ഓരോ രൂപങ്ങളും വെച്ചിട്ടാണ് മനുഷ്യർ ആരാധിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഒരു ഘടകമായി തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. നമ്മൾ എന്തിനാണ് മാനവരാശി ജീവിക്കുന്നത്? ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. വളരെ പ്രധാന കാര്യം. രണ്ടാമത് ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ശാന്തി എന്ന് പറഞ്ഞാൽ അത് സമാധാനമായി ചേർന്ന് വരുന്ന സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. മാനവരാശിക്കെല്ലാം, മാനവരാശി മുഴുവൻ ആഗ്രഹിക്കുന്നത് ശാന്തിയാണ്, സമാധാനമാണ്. അത് പിന്നെന്താ പറയുക, ആ ശാന്തിയും സമാധാനവും ഒരു മാനസിക തലം കൂടിയാണ്. അത് ശബ്ദമുണ്ടാക്കിയിട്ട് നിശബ്ദത അനുഭവിക്കുന്നതല്ല, ശബ്ദം ഇല്ലാതിരിക്കുന്നതിൻ്റെ രീതിയാണ് നിശബ്ദത എന്ന് പറയുന്നത്. അല്ല ബഹളമുണ്ടാക്കിയിട്ട് ബഹളമില്ലാതിരിക്കലല്ല. പിന്നെ ഇതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശാന്തിയിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നത്, നമുക്ക് ആനന്ദത്തിലേക്ക് പോകാൻ കഴിയുന്നത്, നമ്മുടെ മാനസിക തലം വളർത്തിയെടുക്കാൻ കഴിയുന്നത് അതിലൂടെയാണ്. ഇനി ദുഃഖവും സുഖവും തമ്മിലുള്ള ചിന്തകളും ഈ ദൈവവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ദുഃഖം മാറ്റി തരണമേ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിന് കഴിയുന്നില്ല? എന്നാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളൊരു ആത്മവിശ്വാസത്തോടു കൂടി പോയി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് മാറ്റമുണ്ടാകുന്നുണ്ട്. മനുഷ്യന് മാറ്റമുണ്ടാകുന്നുണ്ടാണല്ലോ മനുഷ്യൻ അമ്പലത്തിലും ദൈവത്തിലും ഒക്കെ വിശ്വസിച്ച് പോകുന്നത്. അപ്പോൾ മാറ്റമുണ്ടാകും. പക്ഷേ ഈ മാറ്റമുണ്ടാകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. പല യുക്തിവാദികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദുഃഖം മനുഷ്യന് വരുന്നു? സുഖം വരുന്നില്ലല്ലോ, എല്ലാവർക്കും സുഖം വരുന്നില്ലല്ലോ, എല്ലാവർക്കും ദുഃഖം ദുഃഖമല്ലല്ലോ, ദുഃഖം വരുന്നുമില്ല. കുറച്ച് പേർക്ക് ദുഃഖം, കുറച്ച് പേർക്ക് സുഖം, ഒരാളിന് തന്നെ സുഖവും ദുഃഖവും എന്ന് പറയുന്നു. അതിനൊരു ചെറിയ സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു ചെറിയ തത്വശാസ്ത്രം നാം പഠിച്ചു വെക്കേണ്ടതുണ്ട്. എപ്പോഴും സുഖം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ദുഃഖം ഇല്ലെങ്കിൽ ആ സുഖം എന്ന വികാരം നമുക്ക് മനസ്സിലാവില്ല. ഇത് മാനസികതലമാണ്. നമുക്ക് തീർച്ചയായിട്ടും ദാഹം ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം ഒരിക്കലും ദാഹിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ശരീരത്തിന് ദാഹമേ ഇല്ല എന്ന് വിചാരിച്ചാൽ വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല.
ദാഹം വരുന്നത് കൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്, വിശപ്പ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥ ഉള്ളത് എന്തിനെന്ന് വെച്ചാൽ ഉള്ളത് മനസ്സിലാവാനാണ്. വളരെ കൃത്യമാണ്. ഇല്ലാത്തൊരു കാര്യം എന്തിനാന്ന് വെച്ചാൽ ഉള്ളത് മനസ്സിലാവാനാണ്. അപ്പോൾ ഉള്ളത് മനസ്സിലാക്കുമ്പോൾ ഉള്ളതില്ലാതെ വരുമ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് പോകും. ഉദാഹരണം, നമുക്ക് സുഖം കിട്ടുന്നു, പക്ഷേ സുഖമാണ് എപ്പോഴും എന്ന് വിചാരിക്കുക. ദുഃഖമെന്ന് പറയുന്ന വികാരമേ ഇല്ല എങ്കിൽ സുഖമെന്ന വികാരവുമില്ല. അതാണ് എൻ്റെ രസകരമായ കാര്യം. രാത്രി ഉണ്ടെങ്കിലേ പകലിന് നിലനിൽപ്പുള്ളൂ. പകൽ എന്ന കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. രാത്രി ഇല്ലെങ്കിൽ പിന്നെന്ത് പകൽ? എപ്പോഴും ഒരുപോലെ. തെക്കുണ്ടെങ്കിൽ വടക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ട്, കിഴക്കുണ്ടെങ്കിൽ പടിഞ്ഞാറുണ്ട്. അപ്പോൾ ഒന്നോ ഒന്നിലധികമോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് താരതമ്യം ചെയ്ത് ഒന്നിനെ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഒന്നിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ വേണം. അതാണ് ഇതിൻ്റെ രസകരമായ കാര്യം. അതുകൊണ്ട് സുഖവും ദുഃഖവുമൊക്കെ, സുഖമറിയണമെങ്കിൽ ദുഃഖം കൂടി ഉണ്ടായേ കഴിയും. അത് നമുക്കുണ്ടാവണോ മറ്റുള്ളവർക്കുണ്ടാവണോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരുപാട് ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ നമുക്കിനിയും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം തീർച്ചയായിട്ടും അന്വേഷണമാണ്. അത് ഓരോരുത്തരും നടത്തുന്ന, വ്യക്തിപരമായി ചെയ്യുന്ന, അവരവരുടെ മാനസിക തലത്തിലേക്ക് നിന്ന് കുറേ കൂടി ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുന്ന, ഞാൻ പറഞ്ഞു മുട്ട ഓംലെറ്റ് അടിക്കുമ്പോൾ കല്ല് ചൂടാക്കിയിട്ടിട്ട് മുട്ട ഒഴിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കണം. തണുത്ത കല്ലിൽ ഒരു ഓംലെറ്റും ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല.